സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ, ഒരുപാട് കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്, സങ്കടങ്ങളാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്, ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹുവേ പടച്ചവനെ, അവരുടെയൊക്കെ മനസ്സ് നീ അറിയുന്നവനാണ്. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വർഷത്തെ ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹുവേ റബ്ബേ നീ മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസം, പണ്ടുള്ള ഹാജിമാർ, ഇന്നല്ല പണ്ടുള്ള ഹാജിമാർ, അവർ മിനയിലേക്ക് ദുൽഹിജ്ജ 8 അവർ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഹറമിൽ നിന്നും സംസം വെള്ളം ശേഖരിച്ച് വലിയ കുപ്പികളിലും അതുപോലെ തന്നെ വലിയ തോൽപാത്രങ്ങളിലും ഒക്കെയായി അവർ കൊണ്ടുപോകുമായിരുന്നു. മിനയിൽ അവിടെ ചെന്നാൽ വെള്ളം കിട്ടൂല. അതുകൊണ്ട് ഹാജിമാർ എന്ത് ചെയ്യും? ഹറമിൽ നിന്ന് പോകുമ്പോൾ, അന്നൊക്കെ കാൽനടയായിട്ടാണ് പോകുന്നത്, ഹറമിൽ നിന്ന് പോകുമ്പോൾ ആ സംസം വെള്ളം അവർ കരുതി കുടിക്കാനും ഒക്കെ ആയിട്ട് അവർ സംസം വെള്ളം കരുതി കൊണ്ടുപോകും. അപ്പോൾ ഈ കരുതി കൊണ്ടുപോവുക, ഇതിനാണ് യൗമുത് തർവിയ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അവിടെ ഹാജിമാർക്ക് അങ്ങനെ സംസം വെള്ളം കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് അവിടെ സംസം വെള്ളവും അതല്ലാത്ത വെള്ളവും ഒക്കെ സുലഭമായി അവർക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ പണ്ട് ഈ ഹജ്ജിന്റെ അമലുകൾ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8 മിനയിലാണ്. അപ്പോൾ ഈ ഹാജിമാര് മിനയിലേക്ക് രാപ്പാർക്കാൻ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ സംസം വെള്ളം കരുതി കൊണ്ടുപോകുമായിരുന്നു. അതിന് പറയുന്ന പേരാണ് യൗമുത് തർവിയ. മനസ്സിലായല്ലേ? യൗമുത് തർവിയ. അതല്ലാത്ത വേറെയും ഒരുപാട് കാരണങ്ങൾ യൗമുത് തർവിയയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ അഹിയ ലയാലിയൽ ഖംസ്, ആരെങ്കിലും 5 രാവുകൾ 5 രാത്രികൾ ഉപയോഗപ്പെടുത്തിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം കിട്ടും, സ്വർഗം കിട്ടിയേക്കും, സ്വർഗം കിട്ടുമായിരിക്കും എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. അതിൽ ഒന്നാമതായി പറയുന്നത് ലൈലത്തുത് തർവിയ, അതായത് ലൈലത്തുത് തർവിയ, ഈ ഹജ്ജിന്റെ ദുൽഹിജ്ജ 8 രാവ് അല്ലെങ്കിൽ ദുൽഹിജ്ജ 8 ആ ഒരു സമയത്ത് മിനയിൽ വെച്ച് ഹാജിമാര് ചെയ്യുന്ന ദുആ അത് വളരെ സ്വീകാര്യപ്രദമാണ്. ആ ഒരു രാത്രിയിൽ, ആ ഒരു പകലിൽ ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്താൽ അവനിക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. പിന്നെ രണ്ടാമത്തേത് അറഫയാണ്, മൂന്നാമത്തേത് ബലി പെരുന്നാളാണ്, നാലാമത്തേത് ചെറിയ പെരുന്നാളാണ്, അഞ്ചാമത്തേത് ശഅബാൻ 15 അപ്പോൾ 5 രാത്രികൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഹാജിമാർക്ക് ഇന്നാണ് യൗമുത് തർവിയ. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെയാണ് യൗമുത് തർവിയ. നമുക്ക് ഇന്ന് ദുൽഹിജ്ജ 7 നാളെയാണ് നമുക്ക് യൗമുത് തർവിയ. ഹാജിമാർക്ക് ഇന്നാണ് യൗമുത് തർവിയ. അപ്പോൾ യൗമുത് തർവിയ എന്താണെന്ന് പറഞ്ഞല്ലോ. ദുൽഹിജ്ജ 8 ഹാജിമാര് മിനയിലേക്ക് പോകുന്നു. ഹജ്ജിന്റെ അമലുകൾ തുടങ്ങാൻ അവർ മിനയിലേക്ക് പോകുന്നു. പിന്നെ അറഫ, പിന്നെ മുസ്ദലിഫ, അങ്ങനെ പിന്നെ പല പല അമലുകൾ ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പൊ ഹജ്ജ് തുടങ്ങുന്നത് ഇന്നാണ്. ഹാജിമാർക്ക് ഹജ്ജ് തുടങ്ങുന്നത് ഇന്നത്തെ ദിവസമാണ്. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. മിനയിലേക്ക് പോയിട്ട് ആ തമ്പുകളിൽ ഹാജിമാർ കഴിയും. ഹാജിമാരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതമാണ്. കറക്റ്റ് ഒരു മഹ്ശറയിൽ നിൽക്കുന്ന, അല്ലെ, മീസാൻ എന്ന തുലാസ് മുന്നിൽ കാണുന്ന ഒരു പ്രതീതിയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫയിലും മിനയിലും മുസ്ദലിഫയിലൊക്കെ. അല്ലാഹു തആല അവിടെയൊക്കെ പോകാനുള്ള തൗഫീക്ക് നമുക്ക് തരുമാറാവട്ടെ. അല്ലെ, മിനയില് ആ തമ്പിന്റെ ഉള്ളിൽ കഴിയുന്നൊരു അവസ്ഥയുണ്ട്. വല്ലാത്തൊരു ഹജ്ജിന്റെ അമലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് നമുക്കൊന്നും ആവൂല. അത് അവിടെ പോയി അനുഭവിക്കണം. ഇപ്പൊ എൻ്റെ ക്ലാസ് കേൾക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഹറമിൽ നിന്ന് അൽഹംദുലില്ലാ ക്ലാസ് കേട്ടു, ഉസ്താദേ നിങ്ങളുടെ ക്ലാസ് ഞങ്ങൾ മുടങ്ങാതെ ഇവിടെ വെച്ച് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വിളിച്ചിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് ഹാജിമാരൊക്കെ കാണുന്നു അൽഹംദുലില്ലാ. പിന്നെ അവിടെ നല്ല ചൂടാണ്, നല്ല 50 ഡിഗ്രി ഏകദേശം വരുന്ന ചൂടാണുള്ളത്. ഉസ്താദ് പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കണം, എല്ലാ അമലുകളും റാഹത്തായി ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ ചൂടിൽ നിന്നൊക്കെ അല്പം ശമനം കിട്ടാൻ വേണ്ടിയും ഒക്കെ ഉസ്താദ് ദുആരക്കണമെന്ന് പലരും ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും ഒക്കെ അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.
കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. ഉമ്മമാരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ലിബിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ലിബിയ. അവിടെ നിന്നും ഒരു ഹജ്ജിനായിട്ട് പുറപ്പെടുകയാണ്. അയാൾ മൂപ്പര് എന്താ പറയുക, നിയത്തൊക്കെ വെച്ച് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ പുറപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്നൊക്കെ പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞ് അദ്ദേഹം എവിടെ ചെന്നു? അവിടുത്തെ എയർപോർട്ടിൽ ചെന്നു. അവിടുത്തെ എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആമിർ അൽ ഗദ്ദാഫി എന്നാണ്. ഈ ഗദ്ദാഫി എന്ന് പറയുന്നത് മുമ്പ് ലിബിയ ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അയാൾ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേര് സ്വന്തം പേരിനോട് വന്നതുകൊണ്ട് എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തടഞ്ഞു നിർത്തിയെന്നാണ്. അദ്ദേഹത്തിന് ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പറ്റൂല. എല്ലാവരും കൂടെയുള്ള ആളുകൾ ഒന്ന് ഓർത്തു നോക്കിയാൽ, കൂടെയുള്ള ആളുകളൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവർ ഫ്ലൈറ്റിൽ കയറി, അവർ വിമാനത്തിൽ കയറി, ഇദ്ദേഹത്തെ മാത്രം കയറ്റുന്നില്ല. പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് അദ്ദേഹത്തിൻ്റെ പേരൊരു കാരണമായിരുന്നു. എന്തുമാവട്ടെ, അങ്ങനെ അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റിയില്ല. ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. പടച്ചോനെ, ഞാൻ നിന്റെ ഹറമ് കാണാൻ വേണ്ടി, നിന്റെ ഹജ്ജിന് വേണ്ടി നീ വിളിച്ച നിന്റെ വിളിയാളം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച ആ വിളിയാളം, അത് കേട്ടുകൊണ്ട് ഞാനിത് ഹജ്ജിന് പോവുക. എന്നെ എന്തിനാണ് റബ്ബേ നീ എനിക്ക് തന്നിട്ടുള്ള ഈ അവസരം ഇവരെന്തിനാണ് തടയുന്നത്? ആ ഹാജി അവിടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല, അവിടെ തന്നെ എയർപോർട്ടിലിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം കയറേണ്ട വിമാനം അതാ പറന്നു പോവുകയാണ്. പരിശുദ്ധമായ ജിദ്ദ എയർപോർട്ട് ലക്ഷ്യമാക്കി ആ വിമാനം ഇങ്ങനെ ഉയരുകയാണ്. ഉയർന്ന് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ വിമാനത്തിൻ്റെ യന്ത്രത്തിനൊരു തകരാറ്. ഉടൻ തന്നെ തിരിച്ചിറക്കി ഇതൊക്കെ പരിശോധിച്ചു, എന്തോ തകരാറുണ്ട്, അതൊക്കെ ശരിയാക്കി. എന്നിട്ട് വീണ്ടും ആ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുകയാണ്. വീണ്ടും ഇദ്ദേഹത്തെ കൊണ്ടുപോയില്ല. ഇദ്ദേഹം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. ഇദ്ദേഹത്തെ കയറ്റാതെ വീണ്ടും പോയി. അപ്പോഴും യന്ത്രത്തിന് എന്തോ തകരാറ്. വീണ്ടും അതേപോലെ തന്നെ തിരിച്ചിറക്കി. അപ്പോൾ പൈലറ്റിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റാതിരുന്ന ഒരു ഹാജി ഉണ്ടല്ലോ, മൂപ്പരെ കൂടി കയറ്റാം. അങ്ങനെ മൂപ്പരെ കൂടി കയറ്റിയപ്പോൾ ഒരു കുഴപ്പമില്ല, അങ്ങനെ പോവുകയാണ്. ആ ഫ്ലൈറ്റ് ഇങ്ങനെ പോയി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാൾ മനസ്സിൽ നല്ലൊരു നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ നീയത്ത് കബൂലാണെങ്കിൽ ഇൻഷാ അല്ലാഹു തആല ചെയ്യുന്ന അമലൊക്കെ സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ നീയത്ത് നമ്മൾ നന്നാക്കുക. ഹാജിമാർ ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവർ പോവുകയാണ്, അല്ലെ? അതിൻ്റെ ആ ഒരു തുടക്കമാണ് ഇന്ന് യൗമു തർവിയയാണ്. നമുക്ക് നാളെയാണ് യൗമു തർവിയ. അപ്പോൾ ഹാജിമാർക്ക് ഇന്നാണ് യൗമു തർവിയ. ഹാജിമാർക്ക് നാളെ വ്യാഴാഴ്ചയാണ് അറഫാ ദിനം. നമുക്ക് വരുന്ന വെള്ളിയാഴ്ചയാണ് അറഫ. അതിങ്ങനെ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും വ്യത്യസ്തമായ രൂപമുണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തുമാവട്ടെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഹാജിമാരെ പരിഗണിച്ചുകൊണ്ടും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ രീതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ദിവസം, ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ച, പിന്നെ മറ്റന്നാൾ വെള്ളിയാഴ്ച. ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി. ഈ 3 ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലതുപോലെ, പിന്നെ ശനിയാഴ്ച പെരുന്നാളാണല്ലോ. അപ്പോൾ ഈ 3 ദിവസവും ഇൻഷാ അല്ലാഹ് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ആരും നിസ്കാരം ഖളാ ആക്കുക പോയിട്ട് സമയത്ത് തൊട്ടൊന്ന് പിന്തിപ്പിക്കാതെ നോക്കണം, അല്ലെ? ളുഹർ നിസ്കരിക്കുന്നുണ്ട്, മഗ്രിബ് നിസ്കരിക്കുന്നുണ്ട്. എപ്പോൾ? ഇശാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. ളുഹർ എപ്പോഴാണ് നിസ്കരിക്കുന്നത്? അസർ ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ്. എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പമാരെ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നിസ്കരിക്കുക. പരമാവധി ജമാഅത്തിൽ കൂടുക. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുക. അത് നമ്മുടെ ഫർള് നിസ്കാരം മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഉൾപ്പെടെയുള്ള സൂറത്തുകൾ ഇനിയുള്ള ഇന്ന്, നാളെ, മറ്റന്നാൾ നമ്മൾ കൃത്യമായി പാരായണം ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെയോ ദിക്ർ ഔറാദുകൾ, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റും, അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റും നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഈ 2 ദിക്റും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. ഹാജിമാർ കൂടുതലായി അധികരിപ്പിക്കുന്ന 2 ദിക്റുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, അല്ലെ? നാളെയാണ് ഹാജിമാർക്ക് അറഫാ ദിനം. ഹാജിമാർക്ക് അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കൽ സുന്നത്തില്ല. ഹാജിമാർക്ക് നോമ്പില്ല.
ഹാജിമാർക്ക് നോമ്പില്ല. നാളെ വ്യാഴാഴ്ചയാണ് ഹാജിമാർ നോമ്പ് പിടിക്കില്ല. കാരണം അവർ നോമ്പ് പിടിക്കാതെ തന്നെ അവർ അള്ളാഹുലേക്ക് ഇങ്ങനെ അടുക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെ. നല്ല വെയിലും നല്ല എന്താ പറയുക ചൂടും ഒക്കെയാണ്. അതുകൊണ്ട് കഷ്ടതയുടെ മേൽ ഒരു കഷ്ടത അള്ളാഹു താല അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല. അവർക്ക് സുന്നത്തില്ല നോമ്പ് പിടിക്കാൻ. നമുക്കാണ് സുന്നത്തുള്ളത്. അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. നാളെ ഹാജിമാർക്ക് അറഫയാണ്, നമുക്ക് അറഫയല്ല. നമുക്ക് നാളെയാണ് യൗമു തർവിയ. അപ്പോൾ എന്ത് ചെയ്യുക, നാളെ നമ്മൾ ഇൻഷാ അള്ളാഹ് ഒരു 3 നിയ്യത്ത് പറഞ്ഞു തരാം. നാളത്തെ നോമ്പിൻ്റെ 3 നിയ്യത്ത്. ഒന്നാമത്തേത്, വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. രണ്ടാമത്തെ നിയ്യത്ത് കേട്ടോട്ടെ. രണ്ടാമത്തെ നിയ്യത്ത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ 10 ദിവസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മൂന്നാമത്തെ നിയ്യത്ത്, റമളാനിൽ ഖളാ ആയിപ്പോയ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റും. നാളെ വ്യാഴാഴ്ചത്തെ നോമ്പിൻ്റെ നിയ്യത്ത് അത് ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അള്ളാഹ് വെക്കാൻ മറന്നു പോവണ്ട. അപ്പോൾ 3 നിയ്യത്ത് ഇൻഷാ അള്ളാഹ് നാളെ നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ മറ്റന്നാളും നോമ്പ് പിടിക്കുക. മറ്റന്നാളാണ് നമുക്ക് അറഫ ദിനം. ഇൻഷാ അള്ളാഹ് അതിൻ്റെ നിയ്യത്തൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പുകാരായിരിക്കുക. മൻ സ്വാമഹു ഉഅതിയ മിനൽ അജ്രി മാ ലാ യഅലമു ഇല്ലല്ലാഹ് എന്നാണ്. അതായത് ഒരു മനുഷ്യൻ അറഫാ ദിനത്തിൽ നോമ്പ് പിടിച്ചാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചു എന്ന്. അപ്പം അങ്ങനെ നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ഇന്ന് നോമ്പുള്ള ഉമ്മമാരുണ്ടാകാം. അതുപോലെ തന്നെ ഇന്ന് പിടിച്ചിട്ടില്ല എങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് എന്തായാലും പിടിക്കുക. നാളെ വ്യാഴാഴ്ചയല്ലേ, ആ സുന്നത്തായ നോമ്പ് പിടിക്കുക. മറ്റന്നാൾ നമുക്ക് അറഫാ ദിനമാണ്. അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ല രൂപത്തിൽ ദ്വാരക്കുക. അള്ളാഹുവേ, എൻ്റെ കാര്യം, എൻ്റെ കടത്തിൻ്റെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, അതുപോലെ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, അല്ലെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ രോഗങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് പറഞ്ഞ് ദ്വാരക്കുക. പിന്നെയോ നമ്മുടെ ഈമാനിൻ്റെ കാര്യം, എപ്പോഴാണല്ലേ മരിക്കുക, എപ്പോഴാണെന്ന് അറിയില്ല. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, മരണം നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന ദുആ നമ്മൾ അധികരിപ്പിക്കുക. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ ഹാജിമാർക്ക് വേണ്ടി ദ്വാരക. എങ്ങനെയാ ഹാജിമാർക്ക് വേണ്ടി ദ്വാരക എന്നത്? അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂല വഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറ വസഅയ സാഈനാ സഅയൻ മഷ്കൂറ. ഈ ദുആ നമ്മൾ നമ്മുടെ വൈകുന്നേരത്തെ ദിക്റിന്റെ മജ്ലിസിൽ പറയുന്ന ദുആയാണ്. അപ്പോൾ ആ ദുആയൊക്കെ നമ്മൾ പരമാവധി പറയുക ഇൻഷാ അല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പറയേണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അറഫ നോമ്പിൻ്റെ നിയ്യത്തും അറഫാ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും റാഹത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നിഅമത്തും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ എപ്പോഴും ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അൽഹംദുലില്ലാഹ് 1,00,000-ലധികം ആളുകളാണ് ആ വീഡിയോ കാണുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. 38ഓളം മിനിറ്റ് നമ്മൾ ദീർഘമുള്ള ഒരു വീഡിയോയാണ്. അതായത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരമാവധി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ വീഡിയോകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ, നിരവധി സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ്, ഉസ്താദെ, ഈ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കരുതിയ ആളുകൾ താടി മുടിയൊന്നും വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രിമ്മ് ചെയ്യാമോ, ഡ്രിമ്മർ വെച്ച് ഡ്രിമ്മ് ചെയ്യാമോ? ഒരാൾ ചോദിച്ചൊരു സംശയമാണ്. അതുപോലെ തന്നെ, ഉസ്താദെ, ഞങ്ങൾ ആടിനെയാണ് അറുക്കുന്നത്, ഞങ്ങൾ വാങ്ങിയ ആടിൻ്റെ ചെവി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ മറ്റൊരു സഹോദരി ചോദിച്ചത്, ഞങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിന് ജന്മനാ കൊമ്പില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റൊരാൾ ചോദിച്ചത്, ഉസ്താദെ, ഞാനും എൻ്റെ സഹോദരനും കൂടി ഒന്നിച്ചാണ് ഒരു ഷെയർ ചേർന്നത്, അതായത് ഞാൻ 5,000 രൂപ, എൻ്റെ സഹോദരൻ 5,000 രൂപ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 10,000 രൂപ കൊടുത്ത് ഒരു ഷെയർ ചേരുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു ഷെയർ ചേരാമോ? ഇതൊരു സംശയമാണ്. അതുപോലെ തന്നെ, ഉസ്താദെ, ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വർഷമായി ഉദ്ഹിയ്യത്ത് അറുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ സമയത്തൊക്കെ നീയത്ത് വെക്കാൻ മറന്നുപോയി, നീയത്ത് അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഉദ്ഹിയ്യത്തിൻ്റെയൊക്കെ പ്രതിഫലം എനിക്ക് കിട്ടുമോ, അതോ ഞാൻ ഇനി ഒന്നുകൂടി മടക്കി അതൊക്കെ ചെയ്യണോ? ഈ ഉദ്ഹിയ്യത്തിൻ്റെ കൂട്ടത്തിൽ
മക്കളുടെ അക്കീക്കയും കൂടി ഷെയർ ചേർന്ന് അറുക്കാമോ? ഇങ്ങനെ ഉളഹിയത്തുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ, ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടി ഇൻഷാ അള്ളാഹ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഉളഹിയത്തിൻ്റെ സംശയങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ് അല്ലേ? നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവിധത്തുള്ള ആപത്തുകളിൽ നിന്നുള്ള രക്ഷ കിട്ടാനും മക്കൾക്കൊക്കെ നല്ല ഉന്നതമായ പഠനം കിട്ടാനും നല്ല മക്കളായി മാറാനും ഒരു കുഞ്ഞൻ സ്വലാത്ത് കൂടി ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.